ദിനവിശുദ്ധർ ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമ്മ. 1910 ഓഗസ്റ്റ് 19 കോട്ടയം ജില്ലയിലെ കുടമാളൂരിലെ മുട്ടത്തുപാടത്ത് എന്ന പ്രമുഖ കുടുംബത്തിലാണ് ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത്തെ മകളായി വിശുദ്ധ അൽഫോൻസാമ്മ ജനിച്ചത്. അവളുടെ മാതാവായ മേരി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു പാമ്പ് തൻ്റെ ശരീരത്തിൽ ചുറ്റിയത് കണ്ട് ഭയപ്പെട്ടതിനാൽ മാസം തികയാതെ 8ാം മാസത്തിലാണ് വിശുദ്ധ ജനിച്ചത്. അവൾ ജനിച്ചിട്ട് 8 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 27 സീറോ മലബാർ സഭ ആചാരമനുസരിച്ച് ജോസഫ് ചക്കാലയിൽ അച്ഛൻ അൽഫോൻസാമ്മയെ മാമോദിസ മുക്കുകയും അവൾക്ക് അന്നക്കുട്ടി എന്ന പേര് നൽകുകയും ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം അവളുടെ മാതാവ് മരിച്ചതിനാൽ അന്നക്കുട്ടി തൻ്റെ ശൈശവം അവളുടെ വല്യപ്പനും വല്യമ്മയ്ക്കുമൊപ്പം എലുംപറമ്പിലാണ് ചെലവഴിച്ചത്. ഈ അവസരത്തിലാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ വിത്തുകൾ അവളിൽ വിതയ്ക്കപ്പെട്ടത്. ഒരു ദൈവഭക്തയായിരുന്ന അവളുടെ വല്യമ്മ വിശ്വാസത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും അവളെ പറഞ്ഞ് മനസ്സിലാക്കി. അന്നക്കുട്ടിക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ സന്ധ്യാനേരത്തുള്ള കുടുംബ പ്രാർത്ഥന അവളായിരുന്നു നയിച്ചിരുന്നത്. കുടമാളൂർ പള്ളിയിൽ 1917 നവംബർ 11 അന്നക്കുട്ടി ആദ്യ കുർബാന സ്വീകരിച്ചു. 1917 അന്നക്കുട്ടിയെ പിതാവിൻ്റെ സഹോദരനായ ഏലുപ്പറമ്പിൽ ഈപ്പൻ തൊണ്ണാങ്കുഴി സർക്കാർ പ്രാഥമിക വിദ്യാലയത്തിൽ ചേർത്തു. അവിടെ അവൾക്ക് ഹിന്ദുമതസ്ഥരായ ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ അവൾ തൻ്റെ അമ്മയുടെ സഹോദരിയായിരുന്ന അന്നമ്മ മുരിക്കനിൻ്റെ മുട്ടുചിറയിലുള്ള ഭവനത്തിലേക്ക് മാറി. വളരെ ചിട്ടയിലും നിയന്ത്രണത്തിലുമായിരുന്നു പേരമ്മയായിരുന്ന അന്നമ്മ അന്നക്കുട്ടിയെ വളർത്തിയിരുന്നത്. അന്നക്കുട്ടിയാകട്ടെ തൻ്റെ തൊട്ടടുത്തുള്ള കർമ്മലീത്ത ആശ്രമത്തിലെ കന്യാസ്ത്രീകളുമായി നല്ല അടുപ്പത്തിലായിരുന്നു. അവൾക്ക് അക്കാലത്തെ നാട്ടുനടപ്പനുസരിച്ചുള്ള വിവാഹപ്രായമായപ്പോൾ അവളുടെ പേരമ്മ സൽസ്വഭാവിയായ ഒരാളെ കൊണ്ട് അന്നക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കുവാൻ തീരുമാനിച്ചു. അവളാകട്ടെ വിവാഹജീവിതം ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ ആഗ്രഹപ്രകാരം കർത്താവിൻ്റെ മണവാട്ടിയായി ജീവിക്കാനായി ഒരിക്കൽ അവൾ തൻ്റെ പാദം വരെ ഉമ്മിത്തീയിൽ പൊള്ളിക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് അവൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എനിക്ക് 13 വയസ്സ് പ്രായമായപ്പോൾ എൻ്റെ കല്യാണം നിശ്ചയിക്കപ്പെട്ടു. അതൊഴിവാക്കാനായി ഞാൻ എന്തു ചെയ്യണം? ആ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി. എൻ്റെ ശരീരം കുറച്ച് വികൃതമായാൽ എന്നെ ആരും ഇഷ്ടപ്പെടുകയില്ല. ഞാനത് എന്തുമാത്രം സഹിച്ചു. ഇതെല്ലാം ഞാൻ എൻ്റെ ഉള്ളിലുള്ള മഹത്തായ ലക്ഷ്യത്തിനായി ചെയ്തതാണ്. എന്നാൽ വിവാഹാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നതിൽ ആ പദ്ധതി പൂർണ്ണമായും വിജയിച്ചില്ല. ആ നാളുകളിൽ മുട്ടുച്ചിറപ്പള്ളിയിൽ വിശ്രമജീവിതം നയിച്ചിരുന്ന മുരിക്കൻ പോത്തച്ഛനും അരുവിത്തറ പള്ളി വികാരി ആയിരുന്ന മുട്ടത്തുപാടത്ത് ഔസേപ്പച്ചനും അന്നക്കുട്ടിക്ക് ഭാവി ഉപദേശം നൽകി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ആധ്യാത്മിക നേതാവായി കാണുന്ന ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ ചേരുക എന്നതായിരുന്നു അവർ നൽകിയ ഉപദേശം. അതിനായി 1927 മെയ് 24 അവൾ ഭരണങ്ങാനത്തുള്ള അവരുടെ കോളേജിൽ ചേർന്ന് അവിടെ താമസിച്ചുകൊണ്ട് 7ാം തരത്തിന് പഠിക്കാൻ തുടങ്ങി. കന്യാസ്ത്രീയാകുന്നതിൻ്റെ ആദ്യപടിയായി 1928 ഓഗസ്റ്റ് 2 അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു. ആ ദിവസം വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ തിരുനാൾ ദിവസമായിരുന്നതിനാൽ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ആദരണാർത്ഥം അൽഫോൻസ എന്ന നാമമാണ് അവൾക്ക് നൽകപ്പെട്ടത്. സഭാവസ്ത്ര സ്വീകരണത്തിനായി അൽഫോൻസ ഭരണങ്ങാനത്ത് തിരിച്ചെത്തുകയും 1930 മെയ് 19 ഭരണങ്ങാനം ഫൊറോന പള്ളിയിൽ വെച്ച് ചങ്ങനാശ്ശേരി രൂപതാമെത്രാൻ മാർ ജെയിംസ് കാളാശ്ശേരിയിൽ നിന്നും സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. 1930 തുടങ്ങി 1935 വരെയുള്ള കാലയളവിൽ വിശുദ്ധയെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങളുടെ ഒരു കാലമായിരുന്നു. 1932 കോട്ടയം ജില്ലയിലെ വാകക്കാട് എന്ന സ്ഥലത്തെ ക്ലാരമഠം വക പ്രൈമറി സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തിച്ചു. എന്നാൽ അനാരോഗ്യ നിമിത്തം 1 വർഷം മാത്രമാണ് ആ സ്ഥാനത്ത് തുടരുവാൻ അൽഫോൻസാമ്മയ്ക്ക് സാധിച്ചത്. അനാരോഗ്യം കാരണം അവൾ ഒരു അധ്യാപികയുടെ ചുമതലയും കൂടാതെ ഇടവകപ്പള്ളിയിലെ വേദോപദേശ അധ്യാപികയുമായി വർത്തിച്ചു പോന്നു. തുടർന്ന് 1935 ഓഗസ്റ്റ് 12 ചങ്ങനാശ്ശേരി ക്ലാരമഠത്തിൽ അവൾ നോവിഷ്യേറ്റിനായി പ്രവേശിപ്പിക്കപ്പെട്ടു. അൽഫോൻസാമ്മയെ ഭരണങ്ങാനം മഠത്തിൽ സ്വീകരിച്ച ഉർസുലാമ്മയും CMI വൈദികനും അൽഫോൻസായുടെ ഇടവാംഗവുമായ ലൂയിസ് അച്ഛനുമാണ് യഥാക്രമം ഗുരുഭൂതയായും ആധ്യാത്മിക ഗുരുവായും അവൾക്ക് ലഭിച്ചത്. നോവിഷ്യേറ്റ് ആരംഭിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം അൽഫോൻസ വീണ്ടും രോഗബാധിതയായി. അവൾക്ക് മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുകയും കാലിൽ വ്രണമുണ്ടാവുകയും ചെയ്തു. വളരെ ദുരിതപൂർണമായ ആ അവസരത്തിൽ ദൈവദാസനും ഇപ്പോൾ വിശുദ്ധനുമായ ഏലിയാസ്
കുര്യാക്കോസ് ചാവറ പിതാവ് അവളുടെ രക്ഷയ്ക്കെത്തി. ചാവറ പിതാവിൻ്റെ മധ്യസ്ഥതയാൽ അവളുടെ അസുഖം അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. രോഗപീഠകളിൽ നിന്നും താൽക്കാലികമായെങ്കിലും മോചിതയായ അൽഫോൻസ 1936 ഓഗസ്റ്റ് 12 വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ദിവസം ചങ്ങനാശ്ശേരി മഠത്തിൽ വെച്ച് നിത്യവ്രത വാഗ്ദാനം നടത്തി. ആ സമയം മുതൽ യേശുവിൻ്റെ കുരിശിൻ്റെ ഒരു ഭാഗം തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രതീതിയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. യേശു തൻ്റെ മണവാട്ടിയെ സഹനങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെയായിരുന്നു പൂർണ്ണയാക്കിയിരുന്നത്. ഓഗസ്റ്റ് 14 അവൾ ഭരണജ്ഞാനത്ത് തിരിച്ചു പോന്നു. വിവിധ തരത്തിലുള്ള അസുഖങ്ങളാൽ വിശുദ്ധ ഏറെ സഹനങ്ങൾ ഏറ്റുവാങ്ങി. ടൈഫോയിഡ്, പനി, ന്യൂമോണിയ എന്നീ അസുഖങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിശുദ്ധയെ പിടികൂടി. 1940 ഒക്ടോബർ മാസം സന്ധ്യാപ്രാർത്ഥനകൾക്കായി എല്ലാവരും ചാപ്പലിൽ പോയ സമയത്ത് അൽഫോൻസ ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. അവിടേക്ക് തൻ്റെ ദൃഷ്ടികളെ അയച്ചപ്പോൾ കറുത്തിരുണ്ട ഒരു മനുഷ്യനെ കണ്ടു. ഭയന്നു നിലവിളിച്ച അൽഫോൻസയുടെ ശബ്ദം കേട്ട മറ്റുള്ളവർ ഉടൻ ഓടിയെത്തുകയും കള്ളൻ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ മോഷണ വസ്തുക്കൾ അവിടെ നിന്നും ലഭിച്ചതിനാൽ സംഭവം സത്യമാണെന്ന് മറ്റുള്ളവർ വിശ്വസിച്ചു. ഈ സംഭവത്താൽ ഭയപ്പെട്ട അൽഫോൻസ തളർന്നുപോയി. 1945 വിശുദ്ധയ്ക്ക് അതികലശലായ അസുഖം പിടിപെട്ടു. അവളുടെ ശരീരത്തെ കീഴടക്കിയ നാനാവിധ രോഗങ്ങൾ അവളുടെ അന്ത്യനിമിഷങ്ങൾ ദുരിതപൂർണമാക്കി. ആമാശയ വീക്കവും ഉദരസംബന്ധമായ അസുഖങ്ങളും കാരണം വിശുദ്ധ ഒരു ദിവസം തന്നെ 40 പ്രാവശ്യത്തോളം ഛർദ്ദിക്കുമായിരുന്നു. അപ്രകാരം രോഗാവസ്ഥയുടെ പാരമ്യത്തിൽ 1946 ജൂലൈ 28 ഭരണജ്ഞാനം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് മഠത്തിൽ വെച്ച് സിസ്റ്റർ അൽഫോൻസ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1953 ഡിസംബർ 2 ദൈവദാസിയായി 1984 നവംബർ 9 ധന്യപദവിയിലേക്കും അവൾ ഉയർത്തപ്പെട്ടു. 40 വർഷങ്ങൾക്ക് ശേഷം 1986 ഫെബ്രുവരി 8 അൽഫോൻസാമയെ ജോൺ പോൾ II മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2008 മാർച്ച് 1 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുകയും 2008 ഒക്ടോബർ 12 മറ്റു 3 വാഴ്ത്തപ്പെട്ടവരോടൊപ്പം അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു.